കുറച്ച് വൈകിയാണെങ്കിലും ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇതിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ബുധനാഴ്ച ഈ വീഡിയോ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാമെന്ന്. പക്ഷേ ഇന്നിപ്പോൾ ബുധനാഴ്ച ഉച്ചയ്ക്കാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നുമല്ല കാര്യങ്ങൾ നടന്നത്. ചൊവ്വാഴ്ച ആക്ച്വലി കുറച്ചധികം പണിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സൂപ്പർ ലീഗ് കാണാൻ പോയി. മലപ്പുറം എഫ് സിയുടെ അൾട്രാസ് തകർത്ത അടി കൊച്ചിയിൽ. ആൻഡ് ജോൺ കെനഡി, വാവ്. ഞാൻ അതിൻ്റെ കുറച്ച് കണ്ടന്റൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ അത് കയറി ചെക്കൗട്ട് ചെയ്യുക. യൂട്യൂബിലും ഷോർട്സ് ആയിട്ടൊക്കെ കുറച്ച് കണ്ടന്റ്. നമ്മൾ റോയ് കൃഷ്ണനെ മീറ്റ് ചെയ്തു. വെരി ഗുഡ് ഡേ. എന്തായാലും ദ പോയിന്റ് ഇസ്, മേ ബി ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് വ്യാഴാഴ്ച ആയിരിക്കാം. മുംബൈ സിറ്റി മത്സരത്തിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ വീഡിയോ കാണുന്നത്. ഇത്രയും ലേറ്റ് ആയിട്ട് ഈ വീഡിയോ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്തൊരു വാക്ക് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദിവസം വൈകിയാണെങ്കിൽ പോലും ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. നമ്മുടെ ലോങ് ഫോർമാറ്റ് വീഡിയോയിനോട് ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം. എന്നോട് നേരിട്ട് സ്റ്റേഡിയത്തിൽ കണ്ട 1-2 പേരും എന്നോട് പറഞ്ഞു. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിക്കെതിരെ നേടിയ ആ ഒരു ജയത്തിന് ശേഷമുള്ള 5 കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഇങ്ങനൊരു പെർഫോമൻസ് കണ്ടിട്ടും ശരിക്കും ഈ ദിവസം തൂക്കിയത് നമ്മുടെ രാജസ്ഥാൻ യുണൈറ്റഡ് തന്നെയാണ്. എൻ്റെ ദൈവമേ, ആരും പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ട്. ഈ ഗ്രൂപ്പിനെ തല കീഴായിട്ട് മറിച്ച ഒരു സാധനം. ആൻഡ് ഇതാണ് ഈ കപ്പ് കോമ്പറ്റീഷനുകളുടെ ഗുണം. നമ്മളിത് പല ഫോറിൻ രാജ്യങ്ങളിലും യൂറോപ്പിലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. FA കപ്പിലും അങ്ങനത്തെ പല കപ്പ് കോമ്പറ്റീഷനുകളിലും ചെറിയ ടീമുകൾ വന്നിട്ട് ഇമാതിരി റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് ഈ സൂപ്പർ കപ്പിന്റെ ചരിത്രം നോക്കിയാൽ ഈ സംഭവം നടന്നിട്ടുണ്ട് ഒരുപാട്. നമ്മൾ തന്നെ ഇതിന്റെ ഇരകളായേക്കുന്ന ചരിത്രമുണ്ട്. പക്ഷെ എന്നാലും ഈ ഗ്രൂപ്പിനെ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് മുമ്പായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു മത്സരത്തിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഈ ഗ്രൂപ്പിലെ ഫേവറേറ്റ്സ് ഇപ്പോഴും മുംബൈ സിറ്റി ആണ്. അവരുടെ കയ്യിലാണ് ഇതിന്റെ ക്വാളിഫിക്കേഷനിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്നൊക്കെ ഞാൻ ആദ്യ മത്സരത്തിന് ശേഷം പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോ സംഭവം ഫുൾ ഉൾട്ട അടിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മളാണ് ആക്ച്വലി ഈ ഗ്രൂപ്പിലെ ഫേവറേറ്റ്സ്. ക്യാൻ യു ബിലീവ് ഇറ്റ്? ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പോട്ടെ ആദ്യ മത്സരത്തിന് ശേഷം നമ്മൾ ഇങ്ങനെ വന്നിരുന്ന് പറഞ്ഞിരുന്നെങ്കിലോ, കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് ഈ ഗ്രൂപ്പിൽ നിന്നും പ്രോഗ്രസ് ചെയ്യാനുള്ള ഫേവറേറ്റ്സ് എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ പിള്ളേര് നമ്മളെ പൊങ്കാലക്കിട്ടനെ. ബട്ട് അതാണ് ഫുട്ബോളിലെ അൺസർട്ടനിറ്റി, അതാണ് ഫുട്ബോളിലെ അൺപ്രഡിക്റ്റബിലിറ്റി. ഇതാണ് ഈ ഗെയിമിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത്. ഈ ഒരു തോൽവിയോടുകൂടി മുംബൈ സിറ്റിക്ക് നമ്മൾക്കെതിരെ ജയത്തിൽ കുറഞ്ഞത് ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് അവര് ശരിക്കും ഒരു മുറിവേറ്റ സിംഹത്തിനെ പോലെയാണ് ഇപ്പോൾ. പീറ്റർ ക്രാറ്റ്കി ആ ഒരു മത്സരത്തിന് ശേഷം പറഞ്ഞ കമന്റ്സ് നമ്മൾ കേട്ടു. രാജസ്ഥാൻ യുണൈറ്റഡ് ഏതാണ്ട് വേൾഡ് കപ്പ് ജയിച്ച പോലെയാണ് സെലിബ്രേറ്റ് ചെയ്തതെന്ന്. ശരിക്കും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്. കാരണം അവർ കളിച്ച് നേടിയ റിസൾട്ട് തന്നെയാണ്. മുംബൈ സിറ്റിയുടെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് എനിക്ക് പക്ഷേ ആ ഒരു കമന്റ്സിൽ നിന്ന് തോന്നിയത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിന്റെ കലിപ്പ് അവന്മാര് നമുക്കെതിരെ തീർക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പിലും ആയിരിക്കും. നമുക്കൊരു ഡ്രോ മാത്രം നേടിയാൽ മതി ഈ ഒരു ഗ്രൂപ്പിൽ നിന്ന് പ്രോഗ്രസ് ചെയ്യാൻ. പക്ഷെ നമ്മൾ ആ അപ്രോച്ച് ഏറ്റെടുക്കുകയാണെങ്കിൽ അത് മിക്കവാറും ബാക്ക് ഫയർ ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നമ്മുടെ ഡിഫൻസ് മെയിൻ ആയിട്ട് ടെസ്റ്റ് ആയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ മുംബൈ സിറ്റിയുടെ അറ്റാക്കിംഗ് ക്വാളിറ്റിക്കെതിരെ നമ്മളുള്ള പ്രഷർ മൊത്തം അബ്സോർവ് ചെയ്തിട്ട് ഒരു കൗണ്ടർ അറ്റാക്ക് ഒക്കെ കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് എത്രത്തോളം വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ഡിഫൻസ് നന്നായിട്ട് കളിക്കുകയാണ്. ലഗത്തോർ ഇതിലും കൂടെ ഒന്ന് മികച്ച പെർഫോമൻസ് നൽകുകയാണ്. നല്ലൊരു സ്ക്രീൻ ആയിട്ട് മിഡ്ഫീൽഡിൽ വരികയാണ്. അങ്ങനെയാണെങ്കിൽ അതിലൊരു ചാൻസ് ഉണ്ട്. കാരണം ബ്രേക്കിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ള പേസ് ഉണ്ട്. കോറും ഉണ്ട്, നിഹാലുണ്ട്, കോൾഡോ കളിക്കും. ചാൻസ് കിട്ടിയാൽ ഫിനിഷ് ചെയ്യുമെന്ന് നമുക്ക് എന്തായാലും അറിയാം. ഇനി ടിയാഗോ വരുന്നൊരു സിറ്റുവേഷൻ ഈ മാച്ചിലുണ്ടെങ്കിൽ അവിടെയും നമുക്ക് പേസ് ഉണ്ട്, ട്രിക്കറി ഉണ്ട്, അങ്ങനത്തെ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷെ ആ ബേസ് കറക്റ്റ് ആവണം. ഞാൻ പറഞ്ഞില്ലേ, ഹുവാനും ബികാഷും ഒക്കെ മെജോറിറ്റി ഓഫ് ദ ഫാൻസ് ഹാപ്പിയാണ്. ഞാനും ഒരു പരിധി വരെ ഹാപ്പിയാണ്. പക്ഷെ എപ്പോഴും പറയുന്ന പോലെ ആ ഒരു ബിഗ് ടെസ്റ്റ് ഉണ്ടല്ലോ, അത് ഈ മത്സരം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു അപ്രോച്ച്, ഒരു ഡ്രോ പിടിച്ച് നമുക്ക് പ്രോഗ്രസ് ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഈ കളിയെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അത് ചിലപ്പോൾ ഒരുപാട് പ്രശ്നം ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും രാജസ്ഥാൻ യുണൈറ്റഡിന്റെ ഈ ഒരു പെർഫോമൻസിന് ശേഷം ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, ഇപ്പൊ പിന്നോട്ട് നോക്കുമ്പോൾ നമ്മൾ ശരിക്കും നേടിയ ആ ഒരു 1-0 വിൻ ശരിക്കും ഒരു വലിയ റിസൾട്ടാണ്. ഈ ഗ്രൂപ്പിൽ ഒരു പക്ഷെ കളി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വിചാരിച്ച കുറച്ചും കൂടി ഒരു എളുപ്പമുള്ള ഫിക്ചറാണ് നമുക്ക് ആദ്യം. രാജസ്ഥാൻ യുണൈറ്റഡ് ഒരു ഐ ലീഗ് ക്ലബ്ബാണ്, പേപ്പറിൽ സ്ട്രോങ് ആയ ടീമാണ് നമ്മൾ. അപ്പം ഒരു ജയത്തോട് തന്നെ ഇവിടെ തുടങ്ങാം. കുറച്ചും കൂടെ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി ആണെങ്കിലും മുംബൈ സിറ്റി ആയിട്ടുള്ള മാച്ചിന് മുന്നോടിയായിട്ട് നമുക്ക് അങ്ങനെ ഒരു റിസൾട്ട് ഒരു സേഫ് ഓപ്ഷൻ ആണ്. കാരണം മറ്റവർ രണ്ടുപേരും കളിക്കും, അതിലൊരാളുടെ പോയിന്റ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമ്മളിവിടെ 3 പോയിന്റ് നേടിക്കഴിഞ്ഞാൽ നമുക്കതൊരു വിന്നിങ് സ്റ്റാർട്ട്, തുടക്കം, നല്ല മൊമെന്റം
അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ആ സമയത്ത് പ്രതീക്ഷിച്ചതിനേക്കാളും ആ സമയത്ത് നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ ഒരു പക്ഷേ ഈ ഒരു മത്സരം കഴിഞ്ഞപ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് തോമസ് ചോർസിലേക്ക് വരാം. നമ്മുടെ ക്ലബ്ബ് ചോർസ് വിട്ടപ്പോൾ ശരിക്കും അതിലൊരു ബിറ്റർ സ്വീറ്റ് ഫീലിംഗ് ഉണ്ടായിരുന്നു. എനിക്കറിയായിരുന്നു നമ്മളൊരു പെർമനന്റ് ഹെഡ് കോച്ചായിട്ട് എന്തായാലും പുള്ളിനെ വെക്കില്ലെന്ന്. കാരണം നമ്മൾ വേറൊരാളെ കൊണ്ടുവരാനേ നോക്കുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇത്രയും നല്ല യൂത്ത് ഡെവലപ്മെന്റിൽ ട്രാക്ക് റെക്കോർഡുള്ള ഒരാൾ നമ്മുടെ ഫസ്റ്റ് ടീമിലേക്ക് ഇത്രയും പ്ലെയേഴ്സിനെ ആ ഒരു കൺവെയർ ബെൽറ്റ് ഉണ്ടല്ലോ, യൂത്തിൽ നിന്ന് ഫസ്റ്റ് ടീമിലോട്ടുള്ള ആ ഒരു ബെൽറ്റിനെ ഇത്രയും സ്ട്രോങ് ആക്കിയ ഒരു കോച്ച് നമ്മുടെ ക്ലബ്ബ് വിട്ടു പോകുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വീഴ്ച പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇനി അവിടെ ആര് വരും? പ്രൂവൺ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡുള്ള ഒരാൾ വേണമല്ലോ. പക്ഷെ ഒരു ISL ക്ലബിന്റെ ഒരു ഹെഡ് കോച്ച് എന്നുള്ള റോളൊക്കെ ഇങ്ങനെ ഒരു മാനേജറിനോ അല്ലെങ്കിൽ ഒരു കോച്ചിനോ വരുമ്പോൾ അവർ ഒരിക്കലും ഇഗ്നോർ ചെയ്യില്ല. കാരണം സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹിയുടെ ഈ പ്രോജക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈദരാബാദിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഹൈദരാബാദിന്റെ ആ യങ് പ്ലേയേഴ്സിന്റെ കോറ്, അവരുടെ ഫസ്റ്റ് ടീമിൽ തന്നെ എത്ര പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, എത്ര ഹൈലി റേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ അവിടെ കളിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ചോർസ് ഒരു ടീമിൽ പോണെങ്കിൽ മേ ബി പുള്ളിയുടെ ട്രാക്ക് റെക്കോർഡ് വെച്ച് ഏറ്റവും പെർഫെക്റ്റ് അപ്പോയിന്റ്മെന്റ് ഇതാണെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നു. ഒരുപക്ഷെ നിങ്ങളും വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ 2 മത്സരങ്ങളിൽ ഞാൻ സ്പോർട്ടിംഗ് ക്ലബിനെ നോക്കുമ്പോഴത്തേക്കും അവർക്ക് ഒരുപാട് പണികൾ ഇനി ചെയ്യാനുണ്ട്. ആൻഡ് എനിക്കറിയാം ഏതാനും ആഴ്ചകളെ ചോർസിന്റെ കീഴിൽ ഈ ടീം വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാലും ഒരു കോച്ച് എന്ന രീതിക്ക് ചോർസ് കുറച്ചും കൂടെ ഒക്കെ ഒരു ഹോംവർക്ക് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ആദ്യത്തെ മത്സരം നമുക്കറിയാം, ആ മത്സരത്തിൽ കംപ്ലീറ്റ്ലി ഔട്ട്പ്ലേഡ് ആയിരുന്നു. എന്തുകൊണ്ടെന്നറിയില്ല, ഇനി അവർ കളിക്കാൻ ഉദ്ദേശിക്കുന്ന ഫുട്ബോളിനെ സൂട്ട് ചെയ്ത് കളിച്ചതാണോ? പക്ഷെ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ഫോർമേഷനും അവരുടെ ആ ഒരു അപ്രോച്ചും ഒക്കെ കുറച്ചുകൂടി ഡിഫറെന്റ് ആയിരിക്കണ്ടേ. പക്ഷെ ഇത് അതും ആയിരുന്നില്ല. അപ്പം ആ ഒരു 2 സംഭവങ്ങൾ തമ്മിൽ ഒരുപാട് ഡിഫറൻസ് വന്ന പോലെ എനിക്ക് തോന്നി. നിലവിൽ അവർ കളിച്ചിരിക്കുന്ന പെർഫോമൻസുകൾ വെച്ച് നോക്കുകയാണെങ്കിലും രാജസ്ഥാൻ യുണൈറ്റഡിന്റെ പെർഫോമൻസും നമ്മൾ കണ്ടു. ആ ഒരു മത്സരത്തിലും അവർക്ക് ജയിക്കാനാവുമോ എന്ന് ഇപ്പൊ ഒരു ചെറിയ പരിങ്ങലിലാണ് അവർ. കാരണം സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി എനിക്കറിയാം സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ഒരു പെർഫോമൻസ് ഡൗൺ ആയതുകൊണ്ടാണ് അവർ കുറച്ചും കൂടെ ഒന്ന് ഡോമിനേറ്റ് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും രാജസ്ഥാൻ യുണൈറ്റഡ് അവർക്ക് നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ നൽകും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ഗ്രൂപ്പിൽ ഒരു പോയിന്റ് പോലും നേടാതെ പൊട്ടൻഷ്യലി ഇപ്പൊ ആദ്യത്തെ കളി 4 ഗോൾ കൺസീഡ് ചെയ്തു, രണ്ടാമത്തെ കളി 3 ഗോൾ കൺസീഡ് ചെയ്തു, അടുത്ത കളി 1 ഗോൾ കൺസീഡ് ചെയ്താലും 3 കളിയിൽ 10 ഗോളുകൾ കൺസീഡ് ചെയ്യുക, അബവ് 3 ഗോൾസ് പെർ ഗെയിം ആവറേജിൽ കൺസീഡ് ചെയ്ത് ബോട്ടം ഓഫ് ദ ടേബിൾ ആയിട്ട് ഫിനിഷ് ചെയ്യുക, അതൊരു വലിയ നിരാശ തന്നെയായിരിക്കും. എന്തായാലും ഇത് പോസിബിളി ചോർസിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ബിഗസ്റ്റ് ചാലഞ്ച് ആയിരിക്കും. എനിക്കറിയാം സീനിയർ റോളിലൊന്നും ചോർസ് അധികം നാളെ എവിടെയും കോച്ചൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഈ ഒരു ചാലഞ്ച് നമ്മൾ ഒരുപക്ഷെ ആദ്യം നമ്മൾ വിചാരിച്ചില്ലേ, ആ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉള്ള ഒരു ക്ലബിലേക്ക്, ഇത്രയും യൂത്തും ടാലന്റും ഒക്കെ ഉള്ള ക്ലബിലേക്ക് വരുമ്പോൾ ചോർസിന് കുറച്ചും കൂടെ അതൊരു ഭയങ്കരമായിട്ട് ഫിറ്റ് ആവുന്നൊരു അപ്പോയിന്റ്മെന്റ് ആണെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ പുള്ളി ചെയ്യേണ്ട വർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് എത്ര വലുതാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന 2 മത്സരങ്ങളായിരുന്നു ഇതെന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും ചോർസിന് ഓൾ ദ ബെസ്റ്റ്, ബിക്കോസ് ദിസ് വിൽ ബി എ ബിഗ് ചാലഞ്ച്. ഇനി എനിക്ക് പറയാനുള്ളത്, ടിയാഗോ 5 മിനിറ്റോ വിരലിലെണ്ണാവുന്ന എത്രയോ മിനിറ്റേ ടിയാഗോ ഈ മത്സരത്തിൽ കളിച്ചുള്ളൂ, ബെഞ്ചിൽ നിന്ന് ഇറങ്ങി. പക്ഷെ എന്നാലും ആ ഒരു ചെറിയ ക്യാമിയോയില് ഒരു എക്സ് ഫാക്ടർ എവിടേക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്തില്ലേ? ഫസ്റ്റ് കളിയിൽ തന്നെ ലൈനപ്പിലേക്ക് വരണേ എന്നും ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു, വന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് കളിയിൽ ലൈനപ്പ് നോക്കിയപ്പോൾ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ അതിലും ഇല്ല. ഞാൻ വിചാരിച്ചു ദൈവമേ, ഇനിയിപ്പം ഈ സൂപ്പർ കപ്പിൽ പുള്ളിക്ക് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കണമല്ലോ. മീൻസ് ഫോറിൻ സൈനിങ് ആണ്, വരുന്നു, പെട്ടെന്ന് തന്നെ വന്ന ഒരു താൻ ആരാണെന്ന് കാണിക്കാനുള്ള ഒരു സാധനം കിട്ടണമല്ലോ. അപ്പം ഒരു ബെഞ്ചിൽ നിന്ന് ഇറങ്ങി ഒരു 5 മിനിറ്റ് ഒക്കെ കിട്ടി കഴിഞ്ഞാൽ എന്ത് കാണിക്കാനാണ്? ലൈക്ക് ഇങ്ങനെ ഒരു മത്സരം, കളി ലിറ്ററലി ഡെഡായി. അവിടെ കളി നമ്മൾ ജയിച്ചു, സീൽഡ് പോയിന്റ്സ് സീൽ ചെയ്തു, നമ്മൾ പ്ലെയേഴ്സിനെയൊക്കെ വലിച്ചു. ലിറ്ററലി ഒരു 5 മിനിറ്റ് കളിക്കാൻ കൊടുക്കുകയാണ് ഒരു പുതിയ സൈനിങ്ങിന്. എന്ത് കാണിക്കാനാ? ലൈക്ക് വരുന്നു, 2 ടച്ച് എടുക്കുന്നു, കളി റെഫറി വിസിലടിക്കുന്നു, കളി കഴിയുന്നു. പക്ഷെ ആ 5 മിനിറ്റിൽ ടിയാഗോ കാണിച്ച സംഭവം, ഞാൻ ഈ സൈനിങ്ങിനെ കാണാൻ ഇത്ര എക്സൈറ്റ്മെന്റിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയണാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ അഭിപ്രായം പറയാ. ഞാൻ പറയണത് നിങ്ങൾ വിശ്വസിക്കുകയോ വേണ്ട, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേൾക്കുകയും വേണ്ട. അതുകൊണ്ട് നിങ്ങളുടെ ഒപ്പീനിയൻ ഫോം ചെയ്യുകയും വേണ്ട. നിങ്ങൾ കളി കണ്ടല്ലോ, നിങ്ങൾ പെർഫോമൻസ് കണ്ടല്ലോ, ക്യാമിയോ കണ്ടല്ലോ, എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം. എനിക്ക് ആക്ച്വലി ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഒരു എക്സ് ഫാക്ടർ പുള്ളിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ബോൾ കൊണ്ടുള്ള ക്ലോസ് കൺട്രോൾ ആണെങ്കിലും ടൈറ്റ് സ്പേസിലൂടെയൊക്കെ നന്നായിട്ട് മൂവ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഭയങ്കര ഒരു സിൽക്കി ടച്ചൊക്കെ ഉള്ള ഒരു പ്ലെയർ എന്ന് പറയില്ലേ, ആ ഒരു സാധനമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് എക്സ്ക്യൂസുകൾ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. ആൻഡ് അത് എക്സ്ക്യൂസുകൾ എന്ന് ഞാൻ പറയാനുള്ളത്, അത് ഫാക്റ്റുകൾ തന്നെയാണ്. കാരണം സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി വലിയ ടീമൊന്നുമല്ല. കളി കഴിഞ്ഞു, വിർച്വലി മെന്റലിയും എല്ലാവരും കളി റിസൾട്ട് അക്സെപ്റ്റ് ചെയ്ത ആ ഒരു സിറ്റുവേഷനിലാണ് ഈ പ്ലെയർ വരുന്നത്. ബാക്കിയുള്ള പ്ലെയേഴ്സിനെ, ചുറ്റുമുള്ള പ്ലെയേഴ്സിനെ, ഒപ്പോണന്റ് പ്ലെയേഴ്സിനെ ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫ്രഷ് ലെഗ്സ് ആണ്, ഫ്രഷ് ആയിട്ട് കളിക്കാൻ വരുവാണ്. അപ്പോൾ ഓബിയസ്ലി ആ ഒരു എനർജി ഉണ്ടാവും, ആ ഒരു ക്രാഫ്റ്റ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ ഒരു പ്ലെയറിനെ
നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും ചില ഷെയ്ഡുകൾ അവർ കാണിക്കും. അത് കാണിക്കുമ്പോൾ നമുക്കൊരു സാധനം കത്തും, ഓക്കെ ഇവനിൽ എന്തോ ഒരു സാധനം ഉണ്ട്. ഇത് എന്തായാലും ഒരു എന്റർടൈൻമെന്റ് വാല്യൂ ഉള്ള പ്ലെയർ ആണെന്ന് എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പുള്ളി നമുക്ക് ഒരു ട്രോഫി നേടിത്തരുമോ, അല്ലെങ്കിൽ പുള്ളി ഈ സീസണിൽ ഒരു 10 ഗോൾ അടിക്കുമോ 10 അസിസ്റ്റ് നേടുമോ, അങ്ങനെയൊന്നും നമുക്ക് പറയാറായിട്ടൊന്നുമില്ല. അതൊന്നും പറയുന്നുമില്ല. നമ്മുടെ ലൈനപ്പിൽ പുള്ളി എല്ലാ മത്സരവും കളിക്കുമോ, ഫിറ്റ്നസ് എങ്ങനെയാണ്, ഇതൊന്നും പറയാറായിട്ടൊന്നുമില്ല. പക്ഷേ പുള്ളി കളിക്കുന്ന മിനിറ്റുകളിൽ പുള്ളി എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വാല്യൂ നമുക്ക് കൊണ്ടുവരും എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ട്. ഈ അടുത്ത മത്സരത്തിൽ ടിയാഗോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് തന്നെയാണ്. അതാണ് എനിക്ക് ഈ ടിയാഗോന്റെ ഈ ഒരു 5 മിനിറ്റോ എത്ര മിനിറ്റും ആയിക്കോട്ടെ, ആ ഒരു പെർഫോമൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതാണ്. തീർച്ചയായിട്ടും ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ടിംഗ് ലൈനപ്പിലേക്ക് വരട്ടെ. കോൾഡോയൊക്കെ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റട്ടെ. ലൂണ, ടിയാഗോ, കോൾഡോ, ഈ 3 പേര് തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് പിച്ചിന്റെ ഉള്ളിൽ കുറച്ചൊന്ന് സ്ട്രോങ് ആവണം. ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഭയങ്കര എന്റർടൈനിങ് ടീമായി മാറാൻ സാധ്യതയുണ്ട്, അറ്റ്ലീസ്റ്റ് അറ്റാക്കിംഗ് വൈസ്. എന്തായാലും ഈ സമയത്ത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു, ഞാൻ എക്സൈറ്റഡ് ആണ്. ഈ ഒരു സൈനിങ് കൊണ്ടുവരാനുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് എക്സൈറ്റ്മെന്റ് ഞാൻ മറച്ചു വെക്കുന്നില്ല. ടിയാഗോയ്ക്കും അടുത്ത മത്സരത്തിൽ അങ്ങനെ ഒരു തുടക്കം ഉണ്ടാവട്ടെ എന്നാഗ്രഹിക്കുന്നു. ഡേവിഡ് കാറ്റല, പുള്ളിയുടെ മനസ്സിൽ ആക്ച്വലി എന്താണ് ഓടുന്നതെന്ന് എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യന്റെ മനസ്സ് നമുക്ക് വായിക്കാൻ പറ്റില്ല, പക്ഷെ യൂഷ്വലി എന്തെങ്കിലുമൊക്കെ ഒരു ഹിന്റ് നമുക്ക് കിട്ടാറുണ്ട്. ചില ടീം സെലക്ഷൻ കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു കണക്ഷൻ കിട്ടാറുണ്ട്. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ ശ്രമിച്ചിട്ട് എനിക്ക് ഓബ്വിയസ്ലി ഒരു ടീം ജയിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിലൊരു ഒരുപാട് ചേഞ്ച് വരുത്തേണ്ട കാര്യമൊന്നുമില്ല. ഇഫ് സംതിങ് ഇസ് നോട്ട് ബ്രോക്കൺ ദെൻ യു നോ നീഡ് ടു ഫിക്സ് ഇറ്റ്. അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ. കുറെ പേര് ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ, നമ്മുടെ പ്ലെയർ റേറ്റിംഗ്സ് വീഡിയോയിൽ പറഞ്ഞു സന്ദീപ് ഇംപ്രൂവ് ആവുന്നുണ്ട്, കുറച്ചും കൂടെ നന്നായിട്ട് കളിക്കുന്നുണ്ടെന്നൊക്കെ. പേഴ്സണലി എനിക്ക് അത് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ഈ ഒരു ടീമിലേക്ക് 2 നല്ല റൈറ്റ് ബാക്കുകൾ ഉണ്ട്. കഴിഞ്ഞ സീസണിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐബാൻ എന്ന് പറഞ്ഞൊരു പ്ലെയർ വളരെ നല്ലൊരു റൈറ്റ് ബാക്ക് ആണ്. ഐബാന്റെ പീക്കിൽ ഐബാൻ കളിച്ചുകൊണ്ടിരുന്നപ്പം ഈ ലീഗിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് റൈറ്റ് ബാക്സ് ആയിരുന്നു ഐബാൻ. നമ്മൾ സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരു കീ ഏരിയ ഒരു പക്ഷെ റൈറ്റ് ബാക്ക് ആയിരുന്നു. അതുകൊണ്ടാണ് അമീനെ നമ്മൾ സൈൻ ചെയ്തതും. ആൻഡ് ഞാൻ ആദ്യത്തെ കളിക്ക് ശേഷം പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇരുന്ന് എനിക്ക് കമന്റ് അടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ ആ ഒരു ക്യാമ്പിൽ എന്താണ് നടക്കുന്നത്, ഏത് പ്ലെയറിന്റെ ഫിറ്റ്നസ് ഏത് ലെവലിലാണ്, ഏത് കണ്ടീഷനിലാണ് ഇങ്ങനെ ഇത്രയും അൺസർട്ടൺ ആയിട്ടുള്ള, ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു ഓഫ് സീസണിന് ശേഷം അവർ വന്നിരിക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല. ഐബാൻ ആണെങ്കിലും ഇഞ്ചുറി ഹിസ്റ്ററി ഉണ്ട്. നമ്മുടെ ക്ലബിലോട്ട് വന്നിട്ട് അങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് റണ്ണുകൾ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു സേഫർ ഓപ്ഷൻ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കാം ഡിഫെൻസീവ്ലി കുറച്ചൊരു പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു പ്ലെയർ എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടെ ഒരു ത്രൂ ഔട്ട് കളിക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ എന്ന രീതിക്കൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ കോച്ച് സന്ദീപിനെ പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഒരു മിസ്റ്റേക്ക് അകലെയാണ് ആ ഒരു ചർച്ച എന്നാണ് എന്റെ ഒരു ധാരണ. കാരണം കഴിഞ്ഞ സീസണിൽ ഉടനീളം നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിറ്റുവേഷൻ ഒരു ടൈം ബോംബ് പോലെയാണ്. അതിങ്ങനെ എപ്പോൾ പൊട്ടും എന്ന് പറഞ്ഞ് ഇങ്ങനെ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ അടുത്ത മത്സരത്തിൽ മുംബൈ സിറ്റിക്കെതിരെയുള്ള ലൈനപ്പ് എങ്ങനെയാണെന്ന് കാണാൻ എനിക്കൊരു വലിയ ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം വീണ്ടും അവിടെ സന്ദീപ് സ്റ്റാർട്ട് ചെയ്യണ ഒരു സിറ്റുവേഷൻ വരുമോ? നമുക്കറിയാം മുംബൈ സിറ്റിയുടെ വിങ്ങേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലോണം അവരുടെ പീക്കിൽ കളിക്കുകയാണെങ്കിൽ അവര് ശരിക്കും ഭയങ്കര ഒരു പ്രശ്നമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഫുൾ ബാക്സ് അതുപോലെ നന്നായിട്ട് കളിച്ചില്ലെങ്കിൽ അത് നമ്മുടെ സെൻട്രൽ ബാക്ക് ഡ്യൂവിനെയും നല്ലോണം ടെസ്റ്റ് ചെയ്യും. കാരണം അവർക്കും അറിയാം, അവർക്കും വലിയൊരു ചാലഞ്ച് ഒന്നും ഈ ടൂർണമെന്റിൽ ഇതുവരെ വന്നിട്ടില്ല. കാറ്റലയുടെ മുംബൈ സിറ്റിക്ക് എതിരെയുള്ള ടീം സെലക്ഷൻ ആണ് പോസിബിളി ഈ ഒരു ടൂർണമെന്റിലെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടീം സെലക്ഷൻ. ആൻഡ് ഇനി 3ാമത്തെ മത്സരത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു സ്ട്രോങ് ലൈനപ്പാണ്. അതായത് നമ്മുടെ ബെസ്റ്റ് പൊസിഷനുകളിൽ ബെസ്റ്റ് പ്ലെയേഴ്സ് തന്നെ കളിക്കണം. ഈ 2 കോമ്പറ്റീറ്റീവ് മത്സരങ്ങളായി, അതിന്റെ ഇടയ്ക്ക് ഇഷ്ടംപോലെ ട്രെയിനിങ് സെഷനുകളായി, ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പുള്ള ട്രെയിനിങ് സെഷനുകളായി, പ്ലെയർ ഫോർ പ്ലെയർ, പൊസിഷൻ ഫോർ പൊസിഷൻ ബെസ്റ്റ് ടീമിനെ ഇറക്കുക. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സഹീഫിനെ കുറിച്ചാണ്. ആക്ച്വലി ഞാൻ പ്ലെയർ റേറ്റിംഗ്സ് വീഡിയോയിൽ സഹീഫിന് നമ്മുടെ ഡിഫൻഡർമാരിൽ ഏറ്റവും ഹയസ്റ്റ് റേറ്റിംഗ് ആണ് കൊടുത്തത്. പതുക്കെ കമന്റുകളൊക്കെ ചില 1-2 ഒക്കെ ഞാൻ വായിക്കാൻ ഇടയുണ്ടായി. സഹീഫ് ഒട്ടും പോരാ, സഹീഫിനെ പിടിച്ച് മാറ്റണം. അപ്പൊ എക്സിൽ നോക്കിയപ്പോഴും ഒരുപാട് സഹീഫിനെ കുറിച്ച് ഭയങ്കര 2 ടൈപ്പ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. ചിലര് പറയുന്നു ഓക്കെ കുഴപ്പമില്ല, കുറച്ച് ബെറ്റർ ആവുന്നുണ്ട്. ചിലര് പക്ഷെ കംപ്ലീറ്റ്ലി എക്സ്ട്രീം ഒപ്പീനിയൻ ആണ് പറയുന്നത്, ഒട്ടും പോരാ, ഭയങ്കര വീക്കാണ്. അപ്പൊ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാം. പേഴ്സണലി ആ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സഹീഫ് കുറച്ചും കൂടെ ഒന്ന് ഡിഫെൻസീവ്ലി ഒരു ഡിസിപ്ലിൻ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. ആദ്യത്തെ മത്സരത്തിൽ നമുക്കറിയാം സഹീഫിന് അറ്റാക്ക് ചെയ്യാൻ അത്രയും ഒരു ഫ്രീഡം ഒന്നും ഉണ്ടായിരുന്നില്ല. സഹീഫ് നമുക്കറിയാം കഴിഞ്ഞ കൊല്ലത്തെ പ്രീ സീസണിലാണെങ്കിലും കഴിഞ്ഞ കൊല്ലം നമ്മുടെ ടീമിലേക്ക് തുടക്കത്തിൽ വന്നപ്പോഴാണെങ്കിലും എപ്പോഴും നല്ലോണം അറ്റാക്ക് ചെയ്യാൻ ഒരു മെന്റാലിറ്റി ഉള്ള ഒരു ഫുൾ ബാക്ക് ആണ്. കുറച്ച് റഫായിട്ട് കളിക്കുക, മനസ്സിലായില്ല, ആ ഒരു അഗ്രസീവ് ആണ് ഭയങ്കര.
മുമ്പോട്ട് കയറാൻ താല്പര്യമുള്ള ഒരു പ്ലെയർ, എപ്പോഴും ഫ്രണ്ട് ഫുട്ടിൽ കളിക്കുക, അങ്ങനത്തെ ഒരു ഫുൾ ബാക്ക് ആണ് സഹീഫ്. ശരിക്കും ആ ഒരു ഫിസിക്കൽ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ചൊന്ന് ഒരു ഡിഫെൻസീവ് മൈൻഡഡ് ആയിട്ടുള്ള പ്ലെയർ ആണ്. പക്ഷെ അങ്ങനെയല്ല, പുള്ളിക്ക് ഫ്രണ്ടിലോട്ട് കയറി കളിക്കുക, അങ്ങനത്തെ ഒരു നാച്ചുറലി ആ ഒരു പ്രൊഫൈലിലുള്ള ഒരു പ്ലെയർ ആണ്. പക്ഷെ ഈ സീസൺ ഈ സൂപ്പർ കപ്പിൽ കാറ്റലയുടെ കീഴിൽ ആ റോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ ആദ്യത്തെ 2 കളിയുടെ അപ്രോച്ച് കൊണ്ടായിരിക്കാം. കൂടുതലും നമ്മുടെ ഹാഫിൽ തന്നെ നിൽക്കുക, സെന്റർ ബാക്കുകളെ പ്രൊട്ടക്ട് ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മത്സരത്തിൽ ഒരു ട്രാക്ക് ബാക്ക് ചെയ്ത ക്ലിയറൻസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓവറോൾ ഐ തിങ്ക് ഒരു ഇംപ്രൂവ്മെന്റ് ഈ പ്ലെയറിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ തീർച്ചയായിട്ടും ഞാൻ കണ്ടതിനേക്കാളും കുറച്ച് ഇംപ്രൂവ്മെന്റ് ഞാൻ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ലെഫ്റ്റ് ബാക്കിൽ സഹീഫ് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ, എനിക്കറിയാം നവോച്ചനെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പ്ലെയർ ആണ്, കമ്മിറ്റ്മെന്റ് ഉണ്ട്, നല്ലോണം നല്ല 100% എഫേർട്ട് ഇട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്, ഒരുപാട് ഫാൻസ് ഉള്ള ഒരു പ്ലെയർ ആണ്. പക്ഷെ നവോച്ചയിൽ എന്നിരുന്നാലും ഒരു ഡിസിപ്ലിനറി ഇഷ്യൂ ഉണ്ടെന്നുള്ളത് നമ്മൾ എപ്പോഴും അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ സീസണിലും സസ്പെൻഷനുകൾ ഉണ്ടായിരുന്നു, റെഡ് കാർഡ്, യെല്ലോ കാർഡ് അക്യുമുലേഷൻ, പിന്നെ ഇൻഡിവിജ്വൽ എറേഴ്സ് വന്നിട്ടുണ്ട്. ഏതോ സെറ്റ് പീസിൽ നിന്നൊക്കെ എനിക്ക് തോന്നുന്ന ഒരു ഹാൻഡ് ബോൾ ഒഡീഷയ്ക്കെതിരെയാണോ, മേ ബി തെറ്റായിരിക്കും കേട്ടോ, വേറെ ഏതെങ്കിലും ടീം ആയിരിക്കാം. പക്ഷെ എന്തായാലും സെറ്റ് പീസുകളിൽ നിന്നും ഹാൻഡ് ബോൾ കൺസീഡ് ചെയ്ത് പെനാൽറ്റി നമ്മൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫെൻസീവ് എററുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഡിഫെൻസീവ് സോളിഡിറ്റി അവിടെ ആവശ്യമാണെന്നുള്ള ഒരു തോന്നൽ കാറ്റലയിൽ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇപ്പൊ സഹീഫ് ഇങ്ങനെ കളിക്കുന്നത്. ഇപ്പൊ ഞാനിങ്ങനെ ഇത് പറയുന്നു, അടുത്ത മത്സരം ചാങ്തെ വന്നിട്ട് അവിടെ കിടന്ന് ചാങ്തെ ചെയ്യുന്ന സംഭവം ചെയ്യുകയാണെങ്കിൽ ഏത് കളിയിലും ഏത് ടീമും ആയിക്കോട്ടെ ഏത് ലെഫ്റ്റ് ബാക്കിനും ഒരു പണി കൊടുക്കാൻ കെൽപ്പുള്ള പ്ലെയർ ആണ് ചാങ്തെ. ആ പൂർണ്ണ ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. മേ ബി മുംബൈ സിറ്റി മാച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ പറഞ്ഞതൊന്നും ആയിരിക്കില്ല സംഭവിച്ചത്. എന്നോട് പേഴ്സണലി ചോദിച്ചാൽ എനിക്ക് ഓക്കെ ആണ്. പിന്നെ എന്തായാലും നമ്മൾ എൻറ്റയർ ഡിഫൻസിനെ പറഞ്ഞ പോലെയും എൻറ്റയർ ടീമിനെ പറഞ്ഞ പോലെയും അടുത്ത മത്സരം തന്നെയാണ് ബിഗ്ഗസ്റ്റ് ചാലഞ്ച്. അപ്പൊ ആ മത്സരത്തിന് ശേഷം തീർച്ചയായിട്ടും ഒരു കംപ്ലീറ്റ് ക്ലാരിറ്റി നമ്മളിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും നമുക്ക് നോക്കാം കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ വീഡിയോയെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ നോട്ടീസ് ചെയ്ത ഇതുപോലത്തെ എന്തെങ്കിലും പോയിന്റുകൾ ഈ മത്സരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും എന്നോട് പറയാം. അപ്പൊ ഞാൻ മുംബൈ സിറ്റി ആയിട്ടുള്ള മത്സരത്തിന് ശേഷം പ്ലെയർ റേറ്റിംഗ്സുമായിട്ട് വരാം. മിക്കവാറും അത് വെള്ളിയാഴ്ചയാവും, കാരണം 7:30 കിക്ക് ഓഫ് ആണല്ലോ. ആ മാച്ച് കഴിഞ്ഞ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ എന്തായാലും ഒരു 12:30, 1 മണി, 2 മണി എന്തായാലും മിനിമം പ്രതീക്ഷിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഒരു സമയത്ത് തീരുവാണെങ്കിൽ ഞാൻ എന്തായാലും ഇടാം, 1 മണി തീരുവാണെങ്കിൽ ഇടാം. അല്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു 9 മണി രാവിലെ, വെള്ളിയാഴ്ച രാവിലെ 9 മണി. അത് കഴിഞ്ഞിട്ട് ശനിയാഴ്ച നമ്മുടെ 5 കാര്യങ്ങളുടെ വീഡിയോസ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. യു ടേക്ക് കെയർ. ബൈ ഫോർ നൗ.